മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന ഓരോ CPIM നേതാവിനും തങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം, വംശീയ വിഷം, മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ ഇങ്ങനെ തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇടമാണ് CPIM. തുറന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ, 19 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തന്റെ കാറിന് കല്ലെറിഞ്ഞു എന്നതിന്റെ പേരിൽ കൊലപ്പെടുത്താൻ പാർട്ടി കോടതിക്ക് ഉത്തരവ് നൽകിയ ജില്ലാ സെക്രട്ടറി ഇപ്പൊ പുസ്തകവുമായി ഇറങ്ങിയിരിക്കുക. ഒരു കുഞ്ഞിനെ, 19 വയസ്സുള്ള കുഞ്ഞിനെ അരിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടതിന്റെ പേരിൽ കേസ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് P. ജയരാജൻ, അയാളിപ്പോ പുസ്തകവുമായി ഇറങ്ങിയിരിക്കുക. മുസ്ലിങ്ങളെ മുഴുവൻ വംശീയമായി ആക്രമിക്കാൻ ആളുകൾക്ക് ഇടം നൽകുന്ന ഒരു വംശീയ പദ്ധതിയുമായി. സാമൂഹ്യ പ്രവർത്തകർ, ബുദ്ധിജീവികൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നതിന് പലതരത്തിലുള്ള ചോയ്സുകൾ മനുഷ്യർക്കുണ്ടാവും. ഭരണകൂടത്തിന്റെ അധികാരത്തിന്റെ കൂടെ നിൽക്കുന്ന, വംശീയാധികാരത്തിന്റെ കൂടെ നിൽക്കുന്ന ബുദ്ധിജീവികളെ നമുക്ക് കാണാൻ കഴിയും. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹിത്യകാരന്മാരെ, ബുദ്ധിജീവികളെ നമുക്ക് കാണാൻ കഴിയും. അധികാരമില്ലാത്ത, ശബ്ദമില്ലാത്ത, നിസ്സഹായരായ, വംശീയതയുടെ ഇരകളായി തീർന്ന ഒരു പ്രദേശത്തെ ന്യൂനപക്ഷമായ മനുഷ്യരുടെ കൂടെ അവരുടെ പ്രശ്നങ്ങളെ അപഗ്രഥിക്കുവാനും പഠിക്കുവാനും സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ധീരമായ, ശക്തമായ ഒരു ചോയ്സാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ യാതൊരു ബാധ്യതയും ഇല്ല എന്ന് കരുതുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാരാ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അനുഭവിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ ആഴം പഠിക്കുവാൻ തന്റെ സമയവും സന്ദർഭവും എഴുത്തും കോളങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് ആദരവുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയാലും അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഏറെ ത്യാഗം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടുന്നത് പൗരത്വ സമര കാലഘട്ടത്തിൽ കേരളത്തിൽ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്ന് അമ്മാനിച്ചു നിന്നപ്പോ, തെരുവുകളിൽ പ്രതിഷേധങ്ങൾ ഉയരാതിരുന്നപ്പോ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ പൗരത്വ ഭേദഗതിക്കെതിരെ തെരുവിൽ പ്രതിഷേധിക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു പൊതുപ്രസ്താവന പുറപ്പെടുവിപ്പിച്ചിരുന്നു. അതിൽ ഒപ്പുവെച്ച ഒരാളാണ് അദ്ദേഹം. ആയതിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന പൗരത്വ പ്രക്ഷോഭങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ദിവസം, എനിക്ക് തോന്നുന്നു ഹർത്താൽ ദിവസമെങ്ങാനും, വളരെ സമാധാനപൂർവ്വം നടന്ന ജനകീയമായ സമാധാനപൂർവമായ പൗരത്വ സമരങ്ങളുടെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ടൗൺ പോലീസ് സ്റ്റേഷനും കസബ പോലീസ് സ്റ്റേഷനും നടക്കാവ് പോലീസ് സ്റ്റേഷനിലുമായി 7 കേസുകളിൽ പ്രതികളാക്കപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരിൽ എന്ന് പറഞ്ഞാൽ സമാധാനപരമായ സമരത്തിന്റെ പേരിൽ സമരത്തിന് ആഹ്വാനം ചെയ്തു എന്നതിന്റെ പേരിൽ ആ സമരത്തിന്റെ 7 സമരങ്ങളിലും പ്രതിയാക്കപ്പെട്ട ഒരാളാണ് ബാബുരാജ് ഭഗവതി എന്ന് പറയുന്നത്. അത് അദ്ദേഹം സ്വീകരിക്കുന്ന ധീരമായ ഒരു നിലപാടിന് ലഭിക്കുന്ന അംഗീകാരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിൽ നൈരന്തര്യത്തോടുകൂടി മാതൃകാപരമായി ഈ സമൂഹത്തിന്റെ എന്റെ സമുദായം എന്ന നിലയിൽ ഇരകളാക്കപ്പെട്ട, ശബ്ദമില്ലാത്തവരാക്കി തീർക്കപ്പെടുന്ന, രാഷ്ട്രീയ ശബ്ദത്തിന്റെ പേരിൽ തീവ്രവാദവൽക്കരിക്കപ്പെടുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന ഈ സമൂഹത്തിന്റെ കൂടെ നിൽക്കുകയാണ് തന്റെ ദൗത്യം എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു ധീരനായ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് കടപ്പാടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ കടപ്പാട് വളരെ പരസ്യമായി ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട ബാബുരാജ് ചേട്ടനോട് പ്രകടിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, എന്തുകൊണ്ട് CPIM പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ ഇന്ത്യ രാജ്യത്ത് അതിശക്തമായ ഒരു പ്രതിപക്ഷ മുന്നേറ്റം ഉണ്ടാവണം എന്ന് നമ്മൾ കരുതുന്ന ഒരു സന്ദർഭത്തിൽ ഈ രാജ്യത്ത് സംഘപരിവാരം ഒഴികെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിന്ന് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ സംഘപരിവാരത്തിനെതിരെ പോരാടണം എന്ന് കരുതുന്ന ഘട്ടത്തിൽ മറ്റെല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് സകല മനുഷ്യരും സംഘപരിവാരം ഒഴികെയുള്ള മുഴുവൻ മനുഷ്യരും ആഹ്വാനം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ എല്ലാ
കേരളത്തിന്റെ മഹാഭൂരിപക്ഷം മനുഷ്യരും അത്തരം ഒരു മനസ്സുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ എന്തിനാണ് കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഇന്ത്യ മുന്നണിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഹിന്ദുത്വ മാർക്സിസം എന്ന് SIO വിളിക്കുന്നത് എന്ന ചോദ്യം ആളുകൾക്കുണ്ടായേക്കാം. അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? ഞാൻ സൈദ്ധാന്തികമായി CPIM ഒരു ഹിന്ദുത്വ മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്ന് പഠിച്ചയാളല്ല. ഞാനൊരു പഴയ SIO-കാരനാണ്, നിങ്ങൾക്കറിയാം. എന്റെ SIO ജീവിതാനുഭവത്തിൽ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ CPIM എന്ന് പറയുന്ന അതിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അത് എത്രത്തോളം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമുള്ള, എത്രത്തോളം ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന പ്രയോഗം തന്നെയും നമ്മൾ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന നിലയിലാണ് ഒരുപക്ഷെ ഹിന്ദുത്വ എന്ന പദം ഉപയോഗിക്കുന്നത്. ഈ സവർണ രാഷ്ട്രീയത്തെ എത്രത്തോളം ഇന്റേണലൈസ് ചെയ്ത ഒരു മൂവ്മെന്റ് ആണ് CPIM എന്ന് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എന്റെ അനുഭവങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PGക്ക് പഠിക്കുന്ന സന്ദർഭത്തിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ബാനറിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി, സാധാരണ SIO എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, പക്ഷെ SIO-വിന്റെ തെരഞ്ഞെടുപ്പ് പാനലുകളിൽ മുസ്ലിങ്ങളല്ലാത്ത SIO-വിന്റെ പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത വിദ്യാർത്ഥികൾ രാഷ്ട്രീയമായി ഐക്യദാർഢ്യപ്പെടുന്നത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഞങ്ങളുടെ കൂടെ ഇലക്ഷനിൽ മത്സരിച്ചു. തൊട്ടടുത്ത ദിവസം മുതൽ ആ കുട്ടിയെ കാണാനില്ല. അപ്പോ അന്വേഷിച്ച് നോക്കുമ്പോൾ പോലീസ് അന്വേഷിക്കുന്നു, ഭീകരമായ ചർച്ച നടക്കുന്നു, എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും SFI നേതാക്കൾ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്, ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് വിളിച്ച് ഇത് ലവ് ജിഹാദിന്റെ ഭാഗമാണ്, ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഇത് ലവ് ജിഹാദിന്റെ ഭാഗമാണ് ഈ പെൺകുട്ടി SIO-വിന്റെ പാനലിൽ വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്നത് എന്ന് വീട്ടിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ പോലീസിൽ പരാതിപ്പെടണം, അതിനുള്ള എല്ലാ സഹായവും ഞങ്ങൾ എനിക്ക് ആ വിളിച്ചു പറഞ്ഞ ആളുകളെയും, ഇതിന്റെ ഒരു തമാശ എന്താ വെച്ചാൽ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഒരുത്തനെ പിന്നെ ഞാൻ കാണുന്നത് മാധ്യമത്തിന്റെ ഒരു ജേർണലിസ്റ്റ് ഇന്റർവ്യൂവിനാണ്. ഇതാണ് ഇതിന്റെ ഒരു കാപ്പട്യത്തിന്റെ പരമ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അങ്ങനെ വിളിച്ചു പറയുകയാണ്. ഭാഗ്യത്തിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയും അത്തരം ഒരു നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങളന്ന് ലവ് ജിഹാദ് നടത്തിയവരുടെ കൂട്ടത്തിൽ പെടാതെ പോയി, അല്ലെങ്കിൽ ലോകം ഞങ്ങളുടെ ലവ് ജിഹാദ് അറിയാതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച്, എന്നെ SFI-കാർ മർദ്ദിച്ചിട്ടുണ്ട്, ഒന്നിലധികം തവണ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ ആ മർദ്ദനത്തെക്കാൾ SFI എന്ന് പറയുന്ന സംഘടനയുടെ പേര് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഓർമ്മ എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രം എന്നെയും എന്റെ സഹപ്രവർത്തകരെയും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ കൂടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന കാരണത്താൽ മാത്രം ഭീകരവാദികളാക്കിയ, തീവ്രവാദികളാക്കിയ ഞങ്ങളുടെ സൗഹൃദങ്ങളെ, ഞങ്ങളുടെ സ്വാഭാവികമായ സൗഹൃദങ്ങളെ തീവ്രവാദ മുദ്ര ചാർത്തിയ ഒരു മൂവ്മെന്റ് എന്ന നിലയിലാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട അനുഭവമില്ലെന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിം വിദ്യാർത്ഥികളോട്, അത് SIO-വിൽ മാത്രം പ്രവർത്തിക്കണമെന്നില്ല, KSU-വിൽ പ്രവർത്തിക്കുന്ന, MSF-ൽ പ്രവർത്തിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ക്യാമ്പസുകളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. SFI-യുടെ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പുകളിൽ SFI ഗംഭീരമായി വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്, ചെയർമാന് വേണ്ടി വിളിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ കൃഷ്ണൻ തേര് തെളിച്ചതുപോലെ ഒരു സെക്യുലർ മൂവ്മെന്റിന്റെ മുദ്രാവാക്യമാണ്. എന്താണ് മുദ്രാവാക്യത്തിൽ കുഴപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു മുസ്ലിം സാംസ്കാരിക പരിസരത്തിൽ നിന്നുള്ള ഒരു മുദ്രാവാക്യവുമായി ഒരു തെരഞ്ഞെടുപ്പിൽ SFI മത്സരിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവും. എന്താണ് ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ സാംസ്കാരികമായ മുദ്രാവാക്യം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാംസ്കാരിക അടയാളമാണ്. കൗരവ പാണ്ഡവ യുദ്ധത്തിൽ കൃഷ്ണൻ തേര് തെളിച്ചതുപോലെ, ഇങ്ങനെയാണ് SFI തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മുഴക്കുന്നത്. എന്താണ് അതിന്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ തീവ്രവാദികളായതുകൊണ്ട്, നിങ്ങൾക്കിത് സെക്യുലർ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്നാണ് ഇവർ സാധാരണ പറയുക. ഞാനത് എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് SFI എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ്
അതിന്റെ ഒരു സാംസ്കാരിക പരിസരത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നത് എന്ന് ഓർക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും അടുത്തായി നേരത്തെ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ, മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചാനൽ കേരളത്തിൽ നിർവഹിക്കുന്ന ദൗത്യത്തെക്കുറിച്ച്, ആ ചാനലിനോട് സംഘപരിവാർ സ്വീകരിച്ച, കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്താണ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന്റെ സവിശേഷത എന്ന് പറയുന്നത്? മീഡിയ വൺ മറ്റെല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും പോലെ പ്രവർത്തിക്കുന്ന ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള മാധ്യമ സ്ഥാപനമാണ്. ഏഷ്യാനെറ്റിനെ പോലെ, മാതൃഭൂമിയെ പോലെ, 24നെ പോലെ, റിപ്പോർട്ടർ ചാനലിനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. അതിൽ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരുണ്ട്. ആ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ മറ്റെല്ലാവരും, എല്ലാ ചാനലിലും മാധ്യമ പ്രവർത്തകർ, നമുക്കറിയാലോ വിഷ്വൽ മീഡിയയിൽ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ ചാനലിലും പോകുന്ന മാധ്യമ പ്രവർത്തകർ തന്നെയാണ് മീഡിയ വണ്ണിലും വരുന്നത്. അവരെല്ലായിടത്തും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് മീഡിയ വണ്ണിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് മീഡിയ വണ്ണും ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത്? അതിൽ മുസ്ലിങ്ങൾക്ക് ഇടമുണ്ട് എന്നുള്ളതാണ് ഒന്ന്. കേരളത്തിന്റെ മുഖ്യധാര മാധ്യമ രംഗത്ത് നമ്മൾ സിംബോളിക്കായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, പ്രതീകാത്മകമായി മനസ്സിലാക്കുകയാണെങ്കിൽ, ഹിജാബ് ധരിച്ച നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ജീവിക്കുന്ന നാടാണ് കേരളം. ഹിജാബ് ധരിക്കുന്ന നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരുള്ള നാടാണ് കേരളം. ഹിജാബ് ധരിച്ചൊരു പെൺകുട്ടി ആദ്യമായി വാർത്ത വായിക്കുന്നത് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടാവുമ്പോഴാണ്. ഇവിടെയാണ് നമ്മൾ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ, മുസ്ലിം സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഇടം. മാധ്യമ പ്രവർത്തന രംഗത്ത് ആദ്യമായി മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ച് എത്ര 100,000 മുസ്ലിം പെൺകുട്ടികളുടെ പ്രതിനിധിയായി, മുസ്ലിം മാധ്യമ പ്രവർത്തകരുടെ പ്രതിനിധിയായി ആദ്യമായി കേരളത്തിന്റെ മലയാള ദൃശ്യ മാധ്യമ രംഗത്ത് വാർത്ത വായിക്കുന്നു. കേരളത്തിൽ നിരന്തരമായ മുസ്ലിം വിരുദ്ധമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടമെന്ന നിലയിൽ അതിന്റെ മുസ്ലിം പക്ഷത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി നൽകുന്നു എന്നല്ലാതെ, അത്തരം പ്രശ്നങ്ങൾക്ക് ഇടം നൽകുന്നു എന്നല്ലാതെ മറ്റെന്ത് സവിശേഷതയാണ് മീഡിയ വണ്ണിന്റെ? നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ മീഡിയ വണ്ണിന്റെ രാവിലെ 10 മണിക്ക് ഒരു ബുള്ളറ്റിനും മറ്റു ചാനലുകളുടെ ബുള്ളറ്റിനും എടുത്തു നോക്കൂ. മറ്റെന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണാൻ കഴിയുക? മുസ്ലിം മാനേജ്മെന്റ് ആണ്, മുസ്ലിം മുൻകൈയിലുള്ള മാനേജ്മെന്റ് ആണ്. അതിന്റെ ഷെയർ ഹോൾഡേഴ്സിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നതല്ലാതെ മറ്റെന്ത് സവിശേഷതയാണ് നിങ്ങൾക്ക് മീഡിയ വണ്ണിന്റെ വാർത്തകളിൽ കാണാൻ കഴിയുക? പക്ഷെ മീഡിയ വണ്ണിനെതിരെ, മീഡിയ വൺ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിനെതിരെ CPIM അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, വംശീയ പ്രചരണങ്ങളുടെ ഒരു ആഴം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മാതൃഭൂമിക്കെതിരെ ഈ പ്രചാരണമില്ലാത്തത്? മാതൃഭൂമി CPM-നെതിരെ വാർത്തകൾ നൽകുന്നുണ്ടല്ലോ. മാതൃഭൂമി സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വാർത്തകൾ നൽകുന്നുണ്ടല്ലോ. മാതൃഭൂമിയുടെ മാനേജ്മെന്റിന് സംഘപരിവാറുമായുള്ള ബന്ധം, മാതൃഭൂമി പത്രത്തിന്, മാതൃഭൂമി ചാനലിന് സംഘപരിവാറുമായുള്ള ബന്ധം, അതിന്റെ എഡിറ്റോറിയൽ ബോർഡിന്, എഡിറ്റോറിയൽ അംഗങ്ങൾക്ക്, മാതൃഭൂമിയുടെ ഉടമസ്ഥർക്ക് സംഘപരിവാറുമായുള്ള ശ്രേയാംസ് കുമാർ എന്ന് പറയുന്ന MD-യെ കുറിച്ചല്ല. ചാനലുകൾ വർഷങ്ങളായി മോഹൻ ഭഗവത്തിന്റെ കോളം നൽകുന്ന പത്രമാണ്, മോഹൻ ഭഗവത്തിന്റെ കോളം വരുന്ന പത്രമാണ് മാതൃഭൂമി. RSSന്റെ എനിക്ക് തോന്നുന്നു ഗാന്ധി വധത്തിന്റെ അന്ന് പോലും സംഘപരിവാറുകാരുടെ, ഗാന്ധി ജയന്തിക്കോ ഗാന്ധി വധത്തിന്റെ അന്നോ സംഘപരിവാറുകാരുടെ ലേഖനം പ്രസിദ്ധീകരിക്കാനുള്ള ഒഡാസിറ്റി, അഹങ്കാരം, ധിക്കാരം പ്രകടിപ്പിക്കുന്ന പത്രമാണ് മാതൃഭൂമി. എന്തേ CPIM മാതൃഭൂമിക്കെതിരെ അത്തരത്തിലുള്ള ഒരു പ്രചരണം? ഇത് ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ, സവർണ ഹിന്ദുത്വത്തിന്റെ ഒരു ഇടമാണ് മാതൃഭൂമി എന്ന പ്രചരണം എന്നെങ്കിലും CPM നടത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് നടത്തുന്ന പത്രസ്ഥാപനമാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിനെതിരെ ഒരു ഇടയ്ക്കൊക്കെ ഉന്നയിക്കുന്ന ഒരു സാധാരണ വിമർശനത്തിൽ കവിഞ്ഞ് മീഡിയ വണ്ണിനെതിരെ നടത്തുന്നത് പോലുള്ള ഒരു വംശീയ പ്രചരണം ഏഷ്യാനെറ്റിനെതിരെ നടത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്.
അതുകൂടെ റിപ്പോർട്ടർ പോലുള്ള 24 പോലുള്ള ചാനലുകളുടെ മൂലധനം ഏതാണ് എന്ന പരിശോധന CPM നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവർ മീഡിയ വണ്ണിനെതിരെ മാത്രം? മീഡിയ വണ്ണിന്റെ മൂലധനം, മീഡിയ വണ്ണിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ രാഷ്ട്രീയം, മീഡിയ വണ്ണിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായ വംശീയമായ അധിക്ഷേപങ്ങൾ, അവർക്കെതിരായ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിരന്തരമായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മീഡിയ വൺ മാത്രം CPM തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് സി ദാവൂദ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, സി ദാവൂദ് SIO-വിന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. അദ്ദേഹം മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്ററാണ്. മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്ററോട് വിമർശനം പാടില്ല എന്ന അഭിപ്രായമൊന്നും നമുക്കാർക്കുമില്ല. പക്ഷെ വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ വംശീയമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പലതരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വംശീയ പ്രചാരണം നിരന്തരമായി കേരളത്തിന്റെ ഇടത്തിൽ നടത്തി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി കളയാം എന്ന വ്യാമോഹത്തിൽ CPM നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രചരണങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഏറ്റവും ഒടുവിൽ ഞാനത് ഉദാഹരണത്തിലൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഈ CPM-ൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ള CPM നേതാക്കൾ എല്ലാ കാലത്തും ഒരു അധിക ബാധ്യത പേറുന്നവരാണ്. മറ്റാർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു അധിക ബാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് DYFI-യുടെ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്. അദ്ദേഹം വളരെ നല്ലൊരു പ്രഭാഷകനാണ്, വളരെ നല്ല ഒരു നേതാവാണ്. നിങ്ങൾ V. വസീഫിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് പരിശോധിച്ചു നോക്കൂ. അത് DYFI-യുടെ നിലപാട് കൂടിയാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഒരു ഉദാഹരണമായി എടുക്കുകയാണ്. ഡിസംബർ 7-ന് എന്താ ഡിസംബർ 6-ന്റെ പ്രത്യേകത എന്താ? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിനമാണ് ഡിസംബർ 6. സമ്പലിൽ ബാബരി പോലെ മറ്റൊരു പള്ളിക്കുമേൽ തങ്ങളുടെ കർസേവ ആരംഭിച്ച അതിന്റെ മറ്റൊരു ഘട്ടം കടന്നുപോയ ദിനം കൂടിയാണ് ഡിസംബർ 6. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വസീഫ് ഡിസംബർ 7-ന് DYFI-യുടെ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രതിഷേധം, കോഴിക്കോട് സംഘടിപ്പിച്ച ഒരു പ്രതിഷേധം, മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നടന്നിട്ടുണ്ടാവാം. ആ പ്രതിഷേധം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ക്രൂരതകൾക്കെതിരെയാണ്. അത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നു എന്ന ഒരു പച്ചക്കള്ളമാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബംഗ്ലാദേശിലെ ഏതെങ്കിലും ആളുകളുടെ എന്തെങ്കിലും ബാധ്യത ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് മറുപടി പറയാനുള്ള ഒരു ബാധ്യത ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പ്രയോറിറ്റിയിൽ വരേണ്ടുന്ന ഒരു കാര്യമാണത് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ അർത്ഥം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വംശഹത്യ നടക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റുകളും, എല്ലാ രാജ്യങ്ങളിലും ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് ശരിയാണ്. അതിനെ പ്രതിരോധിക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹം നിലയിൽ അനിവാര്യമാണ് എന്നത് ശരിയാണ്. പക്ഷെ ഞാൻ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ കൂടെയല്ല എന്ന ഒരു പ്രെജുഡൈസിനോട് പ്രതികരിക്കാനുള്ള ബാധ്യത എനിക്കില്ല. അതെങ്ങനെയാണ് ഞാൻ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിന്റെ കൂടെയല്ല എന്ന പ്രെജുഡൈസ് ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉന്നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ കേരളത്തിലെ DYFI-ക്ക് ഡിസംബർ 7-ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോടുള്ള ക്രൂരതക്കെതിരെ ഒരു പരിപാടി നടത്താനും ബാബരിയെ ഓർക്കാതെ സമ്പലിൽ തൊട്ടു തലേ ദിവസം നടന്ന 5 മനുഷ്യരെ വെടിവെച്ചു കൊന്ന 5 മനുഷ്യരെ, അന്ത് മുസ്ലിം ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്ന യോഗി ആദിത്യനാഥിന്റെ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം കേരളത്തിൽ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഒരു പറയും ഞങ്ങളുടെ ദേശീയ കമ്മിറ്റി അതിൽ നിലപാടില്ല, ഞങ്ങൾക്ക് അഭിപ്രായമില്ലെന്നേ. നിങ്ങളുടെ ദേശീയ കമ്മിറ്റി സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നോ, നിങ്ങൾക്ക് തത്വത്തിൽ സംഘപരിവാറിനെതിരായി വർഗപരമായ കാഴ്ചപ്പാടില്ലെന്നോ ഒന്നുമില്ല ഞങ്ങൾ പറയുന്നു. പ്രയോഗത്തിൽ തത്വത്തിലുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്, ഞാൻ അതിലേക്ക് വരാം.
പ്രയോഗത്തിൽ കേരളത്തിലെങ്കിലും ഈ ഹിന്ദുത്വ വംശീയതയുടെ പ്രചരണായുധങ്ങൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുന്ന, തീവ്രവാദവൽക്കരിക്കുന്ന, അരികവൽക്കരിക്കുന്ന നിലപാടുകൾ മാത്രം സ്വീകരിക്കുകയും മുസ്ലിം സമൂഹത്തിൽ നിന്ന് CPIM-ൽ പ്രവർത്തിക്കുന്ന മാപ്ലാവുകൾ എന്ന ആളുകൾ പരിഹസിക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരികയും അധിക ബാധ്യതയും മാപ്പുസാക്ഷിത്വവുമായി മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ CPIM-ൽ പ്രവർത്തിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ തുടങ്ങി വെച്ചത് മീഡിയ വണ്ണെതിരായ അവരുടെ പ്രചാരണത്തെ കുറിച്ചാണ്. ആ ഭാഗം ഒന്ന് അവസാനിപ്പിക്കാം ഞാൻ വിചാരിക്കുകയാണ്. DYFIയുടെ പ്രസ്താവനയാണ് ഞാൻ വായിക്കുന്നത്. സഖാവ് ഭഗത് സിംഗിനെ കുറിച്ചുള്ള സി ദാവൂദിന്റെ പ്രസ്താവന പ്രതിഷേധാർഹം. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുക. ധീര വിപ്ലവകാരിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന നക്ഷത്രവുമായ രക്തസാക്ഷി സഖാവ് ഭഗത് സിംഗിനെ കുറിച്ച് മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി നേതാവുമായ സി ദാവൂദ് നടത്തിയ പ്രസ്താവന സ്വാതന്ത്ര്യ സമര നേതാക്കളെ അപമാനിക്കുന്നതും പ്രതിഷേധാർഹവുമാണ്. രാജ്യത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ കിരാത ഭരണം നടമാടുന്ന കാലത്ത് ജനവിരുദ്ധമായ ഒരു നിയമം പാസാക്കുന്ന അസംബ്ലിയുടെ നടുത്തളത്തിലേക്ക് കൈബോംബും പിന്നെ എന്തുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിശദമാക്കുന്ന ലഘുലേഖകളും എറിയുകയും രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാതെ പിടികൊടുക്കുകയും ചെയ്ത ഭഗത് സിംഗും കൂട്ടാളികളും അടങ്ങുന്ന ധീര വിപ്ലവകാരികളെ തികച്ചും നിന്ദാപരമായ ചേഷ്ടകളോടെ ഭഗത് സിംഗ് കോടതിയിൽ ബോംബ് വച്ചതിന് ശിക്ഷിക്കപ്പെട്ടെന്നും പിന്നീടുള്ള 947 ഓഗസ്റ്റ് 15 എന്ന തീയതി കഴിഞ്ഞപ്പോൾ ധീര ദേശാഭിമാനിയാണെന്നുമാണ് സി ദാവൂദ് പ്രസ്താവിച്ചത്. അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് അദ്ദേഹത്തിന്റെ ചേഷ്ടകളെ കുറിച്ച്. കേരളത്തിലെ ഏതെങ്കിലും സംഘപരിവാർ നേതാവിന്റെ ചേഷ്ടകളെ കുറിച്ച് DYFI കഴിഞ്ഞൊരു 10 പതിറ്റാണ്ടിനിടയിൽ നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ കഴിയും? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ചേഷ്ടകൾ എന്ന പ്രയോഗം DYFI പോലുള്ള ഒരു സംഘടനയുടെ പ്രസ്താവനയിൽ ഉണ്ടാവുന്നത്? എന്ത് ചേഷ്ടയാണത്? ഉള്ള വീഡിയോ എടുത്തു നോക്കൂ. എന്താണ് ഈ ചേഷ്ടകൾ? നിന്ദാപരമായ ചേഷ്ടകൾ. ഒരു മുസ്ലിമിന്റെ പേരിലല്ലാതെ ഏതെങ്കിലും ഒരു സംഘപരിവാർ നേതാവിനെതിരെ ചേഷ്ടകൾ, അവരുടെ ചേഷ്ടകൾ ചൂണ്ടി ഒരു പരിഹാസം DYFI നടത്തിയത് കഴിഞ്ഞൊരു 10 പതിറ്റാണ്ടിനിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. എന്തുകൊണ്ടാണ് അത് സി ദാവൂദിനെതിരെ മാത്രമേ ഉണ്ടാവുന്നത്? എന്താ സി ദാവൂദ് പറഞ്ഞത്? എന്താ സി ദാവൂദ് പറഞ്ഞത്? ഭരണകൂടത്തിനെതിരെ, ഭരണകൂടത്തിന്റെ നിലപാടുകൾക്കെതിരെ, ഭരണകൂടത്തിന്റെ വംശീയ പദ്ധതികൾക്കെതിരെ, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ, കോമൺ സെൻസിൽ എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാവുന്നതാണ്, എതിരെ നിലപാട് സ്വീകരിക്കുന്നവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് ഭരണകൂടത്തിന്റെ വംശീയാധികാരമുള്ളവരുടെ പതിവ് പരിപാടിയാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയാം. ഷഹീദ് ഭഗത് സിംഗ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിൽ തീവ്രവാദി എന്ന് വിളി കേൾക്കുകയും രാജ്യം സ്വാതന്ത്ര്യമായപ്പോ ഈ രാജ്യം അദ്ദേഹത്തെ ധീരദേശാഭിമാനി എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്. അതിന് DYFI അതിന്റെ പ്രസ്താവന ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. DYFI പറയുന്നത് ബോംബ് നമ്മളെന്തോ ഒരു സായുധ കലാപത്തിന് സി ദാവൂദ് ആഹ്വാനം ചെയ്തു എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലടക്കമാണ് DYFIയുടെ പ്രസ്താവന. സി ദാവൂദിന്റെ ആയുധം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാവാണ്, പേനയാണ് എന്നറിയാത്തവരല്ലല്ലോ നമ്മൾ. എന്തുകൊണ്ടാണ് DYFI സി ദാവൂദ് എന്ന് പറയുന്ന കേരളത്തിലെ ഏക, ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ, കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിലെ ഏക മാനേജിംഗ് എഡിറ്റർ, മുസ്ലിം മാനേജിംഗ് എഡിറ്റർ, അദ്ദേഹത്തിനെതിരെ ഈ വംശീയമായ പ്രചരണങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുന്നത് എന്തിനാണത്? എന്തിനാണ് ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത്? മാതൃഭൂമിയോടില്ലാത്ത, ഏഷ്യാനെറ്റിന്റെ എഡിറ്ററോടില്ലാത്ത, മാതൃഭൂമിയുടെ എഡിറ്ററോടില്ലാത്ത പ്രതിരോധം, പ്രതിഷേധം, അവഹേളനം, നിന്ന മീഡിയ വണ്ണിന്റെ എഡിറ്ററോട് മാത്രം ഉണ്ടാകുന്നതിന്റെ രാഷ്ട്രീയം DYFIക്ക് എന്താണ്? സമ്പലിലെ മനുഷ്യർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഫേസ്ബുക്കിൽ ഒരു വരി എഴുതാൻ കഴിയാത്ത വസീഫ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോട് ഐക്യദാർഢ്യപ്പെടുന്നതിന്റെ കാപട്യത്തെ കുറിച്ച് എന്തേ DYFIക്കാർ ആലോചിക്കാനേ കഴിയാതെ പോകുന്നത് എന്ന രാഷ്ട്രീയമാണ് ഞാൻ ഇവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ രാഷ്ട്രീയത്തിന്റെ, ഈ കാപട്യത്തിന്റെ ഈ കാരണം എന്ന് പറയുന്നത്? ഇവര് പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് എന്ന്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല.
നിങ്ങള് എ വിജയരാഘവൻ നടത്തിയിട്ടുള്ളതും ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ളതും ചർച്ചയായിട്ടുള്ളതുമായ മുഴുവൻ പ്രസ്താവനകളും ഒരു പേപ്പറിൽ എഴുതാൻ കഴിയില്ല. ഒരു പേപ്പറിൽ എഴുതി നോക്കൂ. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു ദളിത് നേതാവിനെതിരെ നടത്തിയ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധം, അതും മുസ്ലിം വിരുദ്ധം കൂടിയാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, എന്താ സംഭവിക്കാന്ന് അറിയില്ല എന്നാ പറഞ്ഞു. സമാനമായ രീതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ അത്തരത്തിലുള്ള ഒരു അപഹാസ്യമായ അങ്ങേറ്റം ഗുരുതരമായ ഒരു ആരോപണം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉന്നയിച്ചതുപോലെ എ വിജയരാഘവനെ കേരളത്തിൽ ഉന്നയിക്കാൻ കഴിയും? ഇല്ല. രമ്യ ഹരിദാസിനെതിരെ നടത്തിയ ആ പ്രസ്താവന ഒഴികെ എ വിജയരാഘവൻ എന്ന് പറയുന്ന മലപ്പുറത്തുകാരനായ, മലപ്പുറത്ത് ധാരാളം അനുഭവങ്ങളുള്ള, മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുകയും മുസ്ലിം അനുഭവങ്ങൾ ധാരാളമുള്ള ഒരാളുമായിട്ടും, മലപ്പുറത്ത് സാധാരണ, ഞാൻ മലപ്പുറത്തുകാരനാണ്, മലപ്പുറത്ത് സാധാരണ വന്നു പോകുന്ന മനുഷ്യർ, മുസ്ലിം ഇതര സമൂഹങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, അവിടുത്തെ മനുഷ്യരെ കുറിച്ച് എഴുതുന്ന അനുഭവക്കുറിപ്പുകൾ, സംഘപരിവാറുകാർ പോലും എഴുതുന്ന അനുഭവക്കുറിപ്പുകൾ, ഞങ്ങൾക്ക് എന്തൊരു അമിതമായ നന്മയുണ്ട് എന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ ഈ അവരെഴുതുന്ന അനുഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. എ വിജയരാഘവൻ എന്ന് പറയുന്ന മലപ്പുറത്തെ മുസ്ലിം അനുഭവങ്ങളുള്ള ഒരു നേതാവ് നിരന്തരമായി ഈ മുസ്ലിം വിരുദ്ധ വംശീയ പ്രചരണമല്ലാതെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയോ? കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എടുത്തോളൂ. വിജയരാഘവന്റെ പ്രസ്താവനകൾ ആവർത്തിക്കുന്നത് പോലും ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്രസ്താവനകൾ ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്. അത്രമേൽ മനുഷ്യരെ നിന്ദിക്കുന്ന ഒരു സമുദായത്തെ, ഒരു വിശ്വാസി സമൂഹത്തെ ഒന്നാകെ നിന്ദിക്കുന്ന പ്രസ്താവനകൾ, നിരന്തരമായ വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ് എ വിജയരാഘവൻ. പി മോഹനന്റെ പ്രസ്താവനകൾ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനകൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. പി മോഹനന്റെ മാധ്യമങ്ങളിൽ ചർച്ചയായ പ്രസ്താവനകൾ, TP-യെ കൊന്ന കേസിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതിന് ശേഷം അന്നത്തെ നടത്തിയ കുറച്ച് പ്രസ്താവനകളൊക്കെ TP വധക്കേസിലെ പ്രതി എന്ന നിലയിൽ ചർച്ചയായിട്ടുണ്ട്. അതൊഴികെ സഖാവ് TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നിന്ന് തെളിവില്ലെന്ന സാങ്കേതികതയുടെ പേരിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിനു ശേഷം പി മോഹനൻ നടത്തിയ പ്രസ്താവനകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. മുസ്ലിം വിരുദ്ധമല്ലാത്ത ഏതെങ്കിലും ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെതായി ചർച്ചയായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു വികസന പദ്ധതി നാട്ടിൽ നടപ്പാക്കുകയാണ്. അതിന്റെ ഇരകളായ മനുഷ്യർ, ഭൂമി നഷ്ടപ്പെടുന്ന മനുഷ്യർ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുമ്പോൾ അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുകയും അത് അവരുടെ മതത്തിന്റെയും പ്രവാചകന്റെയും നൂറ്റാണ്ടിന്റെയും പ്രശ്നമാണെന്നും അത് 6-ാം നൂറ്റാണ്ടിലെ കിരാതമായ ഒരു കൾച്ചറിന്റെ ഭാഗമാണെന്നും വംശീയമായി അധിക്ഷേപിച്ച ഒരു നേതാവാണ് പി മോഹനൻ എന്ന് പറയുന്നത്. അനേകം പ്രസ്താവനകൾ പി മോഹനന്റെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മെക്സവനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം തിരുത്തി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. 2 പ്രസ്താവന എടുത്ത് നോക്കിയാൽ ഒരു ഉളുപ്പുമില്ലാതെ തിരുത്തി. പക്ഷെ ആ പ്രസ്താവനയുടെ ഒരു ആഴം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരു ജില്ലാ സെക്രട്ടറി, CPIM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി, മുസ്ലിങ്ങൾ അധികമായുണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തുടങ്ങി, മുസ്ലിം മുൻകൈയിൽ തുടങ്ങി എന്നതിന്റെ പേരിൽ ഒരു മുസ്ലിങ്ങളുടെ വളരെ ജൈവികമായ ഒരു ഇടപാടിനെ, സൗഹൃദപരമായ നന്മ മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു ഇടപാടിനെ, അവരുടെ മുദ്രാവാക്യം തന്നെ എന്താന്ന് വെച്ചാൽ ഇത് രോഗം പടരും, ഈ ആരോഗ്യം പടരില്ല എന്നോ മറ്റോ, ആ തരത്തിൽ വളരെ ലളിതമായ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു മുദ്രാവാക്യത്തെ അപരവൽക്കരിച്ച്, അവഹേളിച്ച്, പൈശാചികവൽക്കരിച്ച് പി മോഹനൻ നടത്തിയ പ്രസ്താവന നിങ്ങളൊന്ന് പരിശോധിച്ചു. എന്തിനാണ് പി മോഹനൻ ആ പ്രസ്താവന നടത്തുന്നത്? സ്വയംഭൂവായി ഒരിടത്തിൽ നിന്ന് വളരെ ബോധപൂർവം ഒരു പ്രചാരണം ഇങ്ങനെ അഴിച്ചുവിടുകയാണ്.
പാർട്ടി ആളെ കൊല്ലുന്നതിന് ഇടവേള നൽകിയപ്പോ പിണറായി വിജയനും സംഘപരിവാരവും വത്സൻ തില്ലങ്കേരിയും ശ്രീ എമ്മിന് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ ഭൂമി മധ്യസ്ഥപ്പണമായി തീരെഴുതി കൊടുത്തുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ റിട്ടയർമെന്റ് വിധിച്ചപ്പോ, കൊലപാതകങ്ങളിൽ നിന്ന് റിട്ടയർമെന്റ് വിധിച്ചപ്പോ, മനുഷ്യരെ കൊല്ലുന്ന ഏർപ്പാടുകളിൽ നിന്ന്, ഗൂഢാലോചനകളിൽ നിന്ന് റിട്ടയർമെന്റ് വിധിച്ചപ്പോ, മുസ്ലിങ്ങളെ വംശീയമായി കൊലപ്പെടുത്തുന്ന, മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാൻ കഴിയുന്ന പുസ്തകങ്ങളുമായി ഇറങ്ങിയ നിങ്ങളുടെ നാട്ടിലെ പഴയ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട്, പി ജയരാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അരിയിൽ ശുക്കൂർ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ, 19 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തന്റെ കാറിന് കല്ലെറിഞ്ഞു എന്നതിന്റെ പേരിൽ കൊലപ്പെടുത്താൻ പാർട്ടി കോടതിക്ക് ഉത്തരവ് നൽകിയ ജില്ലാ സെക്രട്ടറി ഇപ്പൊ പുസ്തകവുമായി ഇറങ്ങിയിരിക്കുക. ഒരു കുഞ്ഞിനെ 19 വയസ്സുള്ള കുഞ്ഞിനെ അരിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടതിന്റെ പേരിൽ കേസ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പി ജയരാജൻ, അയാളിപ്പോ പുസ്തകവുമായി ഇറങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങളെ മുഴുവൻ വംശീയമായി ആക്രമിക്കാൻ ആളുകൾക്ക് ഇടം നൽകുന്ന ഒരു വംശീയ പദ്ധതിയുമായി കേരളം കണ്ട, മലയാളം കണ്ട ഏറ്റവും വലിയ നുണകളുടെ, പച്ച നുണകളുടെ ഒരു വംശീയ പുസ്തകവുമായി അയാൾ ഇറങ്ങിയിരിക്കുന്നു. അയാൾ എഴുതിയതാണോ, ആരെ കൊണ്ട് എഴുതിപ്പിച്ചതാണോ എന്ന് പറയാൻ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഒരു പദ്ധതിയുടെ നേതാവായി അദ്ദേഹം ഇറങ്ങിയിരിക്കുക. പാർട്ടിയിൽ നിന്ന് അപ്രസക്തനാവുമ്പോ, പാർട്ടിയിൽ ഇടമില്ലാതാകുമ്പോ, പാർട്ടിയിൽ ശബ്ദമില്ലാതാകുമ്പോ ശ്രദ്ധ നേടാൻ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറിയാൽ മതി, മുസ്ലിങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചാൽ മതി, എനിക്ക് പൊതുവിടത്തിൽ പാർട്ടിയിൽ ഇടം ലഭിക്കും എന്ന് അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, ഉപദേശമുണ്ട്. ആ ഉപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പാർട്ടി ലൈനിലല്ല. നിങ്ങൾക്കറിയാലോ, പി ജയരാജൻ നടത്തിയ എത്ര പ്രസ്താവനകൾ പാർട്ടി തള്ളി പറഞ്ഞു, എത്ര പ്രസ്താവനകൾ പാർട്ടി തള്ളി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം പി ജയരാജൻ പ്രസ്താവന നടത്തുന്നു, തൊട്ടടുത്ത ദിവസം എം വി ഗോവിന്ദൻ തള്ളി പറയുന്നു. ഒരു ദിവസം പി ജയരാജൻ പ്രസ്താവന നടത്തുന്നു, തൊട്ടടുത്ത ദിവസം എം വി ജയരാജൻ തള്ളി പറയുന്നു. പി ജയരാജന് താല്പര്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ പി ജയരാജനെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നു. ഈ കണ്ണൂരുകാർക്ക് ഞാൻ ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പി ജയരാജൻ സ്വന്തമായി പാലിയേറ്റീവ് പ്രവർത്തനം, ഞാൻ അതിന്റെ തമാശയിലേക്ക് ഞാൻ പോകുന്നില്ല, ആതുര സേവന രംഗത്ത് പി ജയരാജന്റെ സംഘടന അങ്ങനെയുണ്ടല്ലോ, വൈരുദ്ധ്യങ്ങളുടെ, കപട്യങ്ങളുടെ, പ്രഹസനങ്ങളുടെ, പി ജയരാജൻ ആതുര സേവനം നടത്തുന്നതിന്റെ ഒരു തമാശ നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള പി ജയരാജൻ പുസ്തകം എഴുതുകയാണ്. മുസ്ലിങ്ങളെ കുറിച്ച് വംശീയമായ പച്ച നുണകൾ, കളവുകൾ, ഒരു ബാലൻസും ചെക്കും ഇല്ലാതെ പി ജയരാജന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു, ആഘോഷിക്കപ്പെടുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള വംശീയ നുണകൾ വളരെ എളുപ്പത്തിൽ സ്വീകരിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടാതെ പോകുകയും ചെയ്യുന്നു എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നത്, CPIM-ന്റെ ഈ നേതാക്കൾ ഇടക്കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവര് കുറെ പ്രസ്താവനകൾ നടത്തിയിരുന്നല്ലോ. മുസ്ലിം ലീഗ് വളരെ നല്ല കക്ഷിയാണ്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആലോചിക്കാം, ഇവരാരായത്? മുസ്ലിം ലീഗ് വർഗീയമാണോ മതേതരമാണോ? മാക്സിമം വർഗീയമാണോ മതേതരമാണോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയമാണോ മതേതരമാണോ? മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വർഗീയമാണോ മതേതരമാണോ? മുസ്ലിം സമൂഹത്തിൽ നിന്ന് സംസാരിക്കുന്ന മനുഷ്യർ വർഗീയവാദികളാണോ മതേതരവാദികളാണോ എന്ന സർട്ടിഫിക്കറ്റ് നൽകാൻ CPIM-നെ ചുമതലപ്പെടുത്തിയത് ആരാ? നിങ്ങൾ ആരാണ്? മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മനുഷ്യരെ, സംഘടനകൾക്ക് മുഴുവൻ വർഗീയവാദി പട്ടവും മതേതര പട്ടവും നൽകാൻ നിങ്ങൾ ആരാണ്? ഈ സമുദായത്തിന്റെ നേതാവ്, സമുന്നതനായ ആത്മീയ നേതാവ് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ വർഗീയത ആരോപിക്കാൻ, എന്നിട്ട് അത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്ന് പറയാൻ, ഈ നാട്ടിലെ മുസ്ലിം സമൂഹം ഒന്നാകെ ആദരിക്കുന്ന അവരുടെ ആത്മീയ നേതാവ് പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ വർഗീയവാദിയാണെന്ന പ്രസ്താവന രാഷ്ട്രീയ പ്രസ്താവനയല്ല. ആരാണ് നിങ്ങൾ? ഞങ്ങളുടെ നേതാവിനെതിരെ, ഞങ്ങളുടെ ആത്മീയ നേതാവിനെതിരെ നിന്ദാപരമായ പ്രസ്താവന നടത്താൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുന്നത്? എന്ത് അധികാരത്തിന്റെ പുറത്താണ് പിണറായി വിജയൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ ഈ തരത്തിൽ വർഗീയവാദി എന്ന് ആരോപിക്കുന്നത്? എന്ത് രാഷ്ട്രീയമാണ്? ഏതെങ്കിലും മറ്റൊരു സമുദായ നേതാവിനെതിരെ, സുകുമാരൻ നായർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ പിണറായി വിജയന്റെ നാവ് പൊങ്ങുമോ?
സംഘപരിവാരത്തിന് കുഴലൂതാൻ സംഘപരിവാരത്തിന് സംഘടനയുണ്ടാക്കി മകനെയും സംഭാവന ചെയ്ത വെള്ളാപ്പള്ളി നടേശനെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ പിണറായി വിജയന്റെ നാക്ക് പോകുമോ? എന്തേ ഇല്ലാത്തത്? നാർക്കോട്ടിക് ജിഹാദ് എന്ന അങ്ങേയറ്റം വിഷം തുപ്പുന്ന വംശീയമായ പ്രചരണം പാലയിലെ ഒരു ബിഷപ്പ് നടത്തിയപ്പോ അയാൾക്ക് ഐക്യദാർഢ്യവുമായി ആ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് മന്ത്രി വാസവനെ അയാളുടെ അരികിലേക്ക് അയച്ച മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഈ നാട്ടിലെ വിഷലിപ്തമായ പ്രചരണങ്ങളുമായി ക്രിസ്ത്യൻ നേതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ, എല്ലാവരും അല്ല, ഒറ്റപ്പെട്ട ചില ക്രിസ്ത്യൻ ബിഷപ്പുമാർ മുന്നോട്ട് പോകുമ്പോ അവർക്കെതിരെ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് ഒരക്ഷരം പറയാൻ കേസെടുക്കുന്നത് പോട്ടെ, പിണറായി വിജയന് സാധിച്ചിരുന്നോ? പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ നേതാവ് പാണക്കാട് സാദിഖലി തങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് അധികാരം ലഭിക്കുന്നത്? ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ഹിന്ദുത്വ വംശീയതയെന്നും ഹിന്ദുത്വ മാർക്സിസം എന്നും വിളിക്കാൻ നിർബന്ധിതരായിത്തീരുന്നത്. എന്തുതരം രാഷ്ട്രീയമാണിത്? അയാളുടെ പോലീസ് ഭരണം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അയാളുടെ പോലീസ് ഭരണം, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് 7 വർഷമായി. ഈ നാട്ടിൽ ഇപ്പൊ മുനമ്പത്ത് ഉദാഹരണം ഇവിടെ പറഞ്ഞു. മുനമ്പത്ത് വഖഫ് ഭൂമിയാണോ അല്ലയോ? അതൊരു നിയമതർക്കം. ആ നിയമതർക്കം കോടതികൾ വഴി പരിഹരിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ബാബരിയുടെ കാര്യത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? ബാബരിയുടെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? കോടതിയിലാണ് കേസുള്ളത്, കോടതി വിധി എല്ലാവരും അംഗീകരിക്കണമെന്നാണ്. ബാബരി മസ്ജിദ് അന്യായമായൊരു വിധിയിലൂടെ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് രാമക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുമ്പോ അത് കോടതി വിധിയാണ്. പക്ഷെ മുനമ്പത്തെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ വഖഫ് ട്രിബ്യൂണലും ഹൈക്കോടതിയും അത് വഖഫാണെന്ന് കണ്ടെത്തിയ ഒരു കേസിൽ അത് വഖഫ് അല്ലെന്ന പ്രസ്താവനകളുമായി പലരും മുന്നോട്ട് പോവുകയാണ്. അതിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല. ആ നാട്ടിലെ മനുഷ്യർക്ക് അവരുടെ ജീവിൽ പ്രശ്നമായ ഒരു പ്രശ്നമുണ്ട്. അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സാധാരണക്കാരെ, അവിടെ മാഫിയകളുണ്ട്, റിസോർട്ട് മാഫിയുണ്ട്, മദ്യമാഫിയുണ്ട്, അവിടെ ഒരുപാട് താല്പര്യക്കാരുണ്ട്. അതേസമയം അവിടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രീ എമ്മിന് കൊടുത്ത ഭൂമി പോലെ, ഞാൻ അത് വേണമെന്ന് പറയുന്നില്ല, സമാനമായ ഒരു ഭൂമി കൊടുത്താൽ വേണമെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ. ശ്രീ എമ്മിന് എത്ര ഏക്കർ കൊടുത്തു ഞങ്ങൾ വിചാരിക്കുന്നു? 4 ഏക്കറിൽ കൂടുതൽ ഭൂമിയാണ്. എന്തിനാണ് അയാൾക്ക് 4 ഏക്കറിൽ ഭൂമി തിരുവനന്തപുരത്ത് കൊടുക്കുന്നത്? അത് കൊടുക്കണം ഞാൻ പറയുന്നില്ല. സർക്കാരിന് വേണമെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കാം, അതുണ്ടാക്കണം ഞാൻ പറയുന്നില്ല. നിലവിലുള്ള പ്രശ്നത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വളരെ മാതൃകാപരമായ ഒരു നിലപാടുണ്ടായി. ആ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാവണം. ആ പ്രശ്നം, അവിടുത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം, സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ പ്രശ്നം തുടങ്ങിയപ്പോ, സമരം തുടങ്ങിയപ്പോ തന്നെ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം നിലപാട് സ്വീകരിച്ചു. ഇന്ന് വരെ സംസ്ഥാന സർക്കാർ ഒരു നിലപാടും സ്വീകരിച്ചില്ല. ഇന്നലെ എങ്ങനെ ക്രിസ്മസ് ദിനത്തിൽ അവർക്ക് കരം വേണമെങ്കിൽ അടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ, ഈ സമരം ചെയ്യുന്ന മനുഷ്യരെ പരിഹസിക്കുന്ന തരത്തിൽ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മുനമ്പത്തെ സമരം ആളിക്കത്തിക്കുക, തങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം നേതാക്കളെ കൊണ്ട്. ആര്? ഈ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു INL നേതാവുണ്ട്, നിങ്ങൾക്ക് അറിയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ചെറുതാക്കല്ല. INL രാഷ്ട്രീയ പ്രസക്തി കേരളത്തിൽ എന്തായിരുന്നു എന്നും അത് CPM ഇപ്പോൾ എങ്ങനെ ആക്കിയെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം സമൂഹത്തോടുള്ള, തങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങളോടുള്ള നിലപാടെന്ത് CPM-ന്റേത് എന്ന് പഠിക്കാൻ INL ചരിത്രം മാത്രം, മർഹൂം സുലൈമാൻ സെഡു സാഹിബിന്റെ ചരിത്രം മാത്രം, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ചരിത്രം മാത്രം, അദ്ദേഹത്തോട് CPM, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് CPM എന്ത് ചെയ്തു എന്ന പരിശോധനകൾ നടത്തിയാൽ മതി. കേരള കോൺഗ്രസ് എന്ന പേരിൽ NDA-യിൽ പോവാനും തിരിച്ചു വരാനും, ക്രിസ്ത്യൻ മൂലധനം മാത്രമുള്ള, ക്രിസ്ത്യൻ പങ്കാളിത്തം മാത്രമുള്ള കേരള കോൺഗ്രസിന് എപ്പോൾ വേണമെങ്കിലും
LDF-ൽ വരാനും NDA-യിൽ പോവാനും തിരിച്ചു വരാനും കഴിയുമ്പോഴും 25 വർഷത്തോളം LDF-ന്റെ പുറത്തു നിർത്തിയ INL-ന്റെ നേതാവ് അബ്ദുൽ അസീസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രസമ്മേളനം നടത്തി മുനമ്പം പ്രശ്നം വഖഫ് ഭൂമിയാണ് എന്ന പ്രതികരണം ആർക്കു വേണ്ടി INL-ന്റെ നേതാവ് ആ രാഷ്ട്രീയ പ്രസ്താവന നടത്തി? ആരാണ് ആ ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഭിന്നമായ മുസ്ലിം സമൂഹം ഒരു സാമൂഹികമായ പ്രശ്നം ഒഴിവാക്കണമെന്നും അതിന്റെ പേരിലുണ്ടാവുന്ന രാഷ്ട്രീയ പോളറൈസേഷൻ ഒഴിവാക്കണമെന്നും കരുതി തങ്ങളുടെ രാഷ്ട്രീയ അവകാശം വേണ്ടെന്ന് വെച്ചോ അതിനെക്കുറിച്ച് നിശബ്ദമായോ എടുത്ത ഒരു ത്യാഗപൂർണമായ നിലപാടിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം INL-ന്റെ നേതാവിനെ കൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിച്ചതാരാണ്? എന്തിനാണെന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാൻ പത്രസമ്മേളനം നടത്തിയത് പാലക്കാട് തെരഞ്ഞെടുപ്പിനോട് ചേർന്ന്? എന്തിനാണ്? ആർക്കു വേണ്ടിയാണ്? എന്തായിരുന്നു രാഷ്ട്രീയം? ഈ സമസ്തയുടെ നേതാക്കളെ കൊണ്ട് കേരളത്തിൽ സമസ്ത EK വിഭാഗത്തിലുള്ള ചെറിയ ചില അന്തചിത്രങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആരുണ്ടാക്കുന്നതാണത്? മുസ്ലിം സമൂഹത്തിലെ APEK തർക്കം വഷളാക്കാൻ നടന്നിരുന്നത് ആരാണ്? ഇപ്പോൾ EK വിഭാഗത്തിൽ നിന്നുള്ള ചില നേതാക്കളെ കൊണ്ട് പല പ്രസ്താവനകളും നടത്തിച്ചുകൊണ്ട് സമസ്തയെ പിളർത്താനോ സമസ്തയെ തകർക്കാനോ ശ്രമിക്കുന്ന രാഷ്ട്രീയം ആരുടേതാണ്? മുക്കം ഉമർ ഫൈസി എന്ന് പറയുന്ന ആരുടെ നാവാ? മുക്കം ഉമർ ഫൈസി ആരുടെ നാവാ? കോമൺ സെൻസ് ഉള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. എന്തിനാണ് സമസ്തയെ തകർക്കാൻ, സമസ്തയിൽ പ്രശ്നമുണ്ടാക്കാൻ, മുസ്ലിം സംഘശക്തിയെ തകർക്കാൻ CPIM നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആ രാഷ്ട്രീയമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM പയറ്റാൻ ശ്രമിച്ചത്. അതുപോട്ടെ, ഇയാളുടെ ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് മുനമ്പത്തെ മുൻനിർത്തി കേരളത്തിന്റെ സോഷ്യൽ മീഡിയകളിൽ ഉടനീളം, കേരളത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉടനീളം വിഷലിപ്തമായ പ്രചാരണങ്ങളുമായി സംഘപരിവാരും കാസയും അടക്കമുള്ള സംഘടനകൾ, ചില വ്യക്തികൾ, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള വിഷം തുപ്പുന്ന, വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളുമായി നടക്കുന്ന സാമൂഹിക നിരീക്ഷകർ കളം നിറഞ്ഞപ്പോ, സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബിൽ കളം നിറഞ്ഞപ്പോ ഒരു കേസ് പിണറായി വിജയന്റെ പോലീസ് എടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരൊറ്റ കേസ്, ഒരു സിംഗിൾ FIR പിണറായി വിജയന്റെ പോലീസ് എടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താ പിണറായി വിജയൻ അത് എടുക്കാൻ കഴിയാത്തത്? എന്താ കഴിയാ? കേരളത്തിൽ പൗരത്വ ഭേദഗതിയുടെ പേരിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത, സമാധാനപരമായ സമരത്തിന്റെ പേരിൽ മഹല്ല് കമ്മിറ്റികൾക്കെതിരെ പോലും നൂറുകണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു ആഭ്യന്തരമന്ത്രി പറയാ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല കേട്ടോ, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. പിണറായി വിജയന്റെ പോലീസ് തങ്ങളുടെ അധികാരം നിരന്തരമായി ഈ നാട്ടിൽ വർഗീയ വിഭജനത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന സംഘപരിവാറിനെതിരെ, സംഘപരിവാറിന്റെ നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ ഉപയോഗപ്പെടുത്താത്തത്? പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ വംശീയവാദി തന്റെ ഫേസ്ബുക്ക് വാളിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുമ്പോ, പോലീസിൽ പരാതി ലഭിക്കുമ്പോ പോലീസ് പറയാണ് നോട്ട് ഇൻ കേരള. ബാബരി മസ്ജിദ് തകർന്നു വീണതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ അന്യായ വിധി പുറപ്പെടുവിപ്പിക്കുമ്പോ ഫേസ്ബുക്കിൽ ബാബരി തകർന്നു വീണത് കാറ്റടിച്ചിട്ടല്ലേ മാനെ എന്ന ഒരു പ്രതികരണം നടത്തിയതിന്റെ പേരിൽ മാത്രം മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ 153A മതവിദ്വേഷത്തിന് കേസെടുക്കുക. നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ മതവിദ്വേഷം പടർത്തിയെന്ന് അവരുടെ സ്വാഭാവികമായ രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ പേരിൽ പോലും നിലപാട് സ്വീകരിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന പോലീസ് മലപ്പുറത്ത് വന്ന് നൂറുകണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും തൊട്ടാലടക്കം കേസുകൾ, കള്ളക്കേസുകളടക്കം രജിസ്റ്റർ ചെയ്യാൻ കൊട്ടേഷൻ എടുത്ത് SP-മാരെ നിയമിക്കുകയും ചെയ്യുന്ന പോലീസ്, സംഘപരിവാറിന്റെ വംശീയ പ്രചരണങ്ങൾക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ അറക്കുന്ന പോലീസ്, തൃശൂര് പോലൊരിടത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വംശീയ നേതാവിനെ, സംഘപരിവാറിന്റെ നേതാവിനെ ജയിക്കാനുള്ള എല്ലാ അവസരങ്ങളും നൽകി ഈ നാട്ടിലെ മനുഷ്യരൊന്നാകെ ആഘോഷിക്കുന്ന ഒരു സാംസ്കാരിക ഉത്സവത്തെ
തൃശൂർ പൂരത്തെ അവഹേളിക്കുന്ന, തൃശൂർ പൂരത്തെ ഉപയോഗപ്പെടുത്തിയെന്ന ഗൗരവമായ പ്രതികരണം ഉണ്ടായിട്ടും തന്റെ ADGP എങ്ങനെ മുറുകെ പിടിച്ചിങ്ങനെ ഒക്കച്ചങ്ങാതിയായി കൊണ്ടു നടക്കാൻ പിണറായി വിജയൻ കാണിച്ച അത്യുത്സാഹമുണ്ടല്ലോ. ആരാണ് കേരളം ഭരിക്കുന്നത് എന്ന സംശയമാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. ഞാൻ പറയുന്നത്, ഇതിൽ ആര് കേരളം ഭരിക്കുന്നു എന്ന പ്രശ്നമില്ല. മുസ്ലിം വിരുദ്ധതയുടെ, ഇസ്ലാമോഫോബിയയുടെ കാര്യത്തിൽ എക്കാലത്തും ചരിത്രത്തിലുടനീളം ഈ സവർണ വംശീയ മുഖം CPIM പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അന്തരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണൻ സംഘപരിവാറിനെ, അമിത്ഷയെ നേരിട്ട് നേർ വെല്ലുവിളിച്ചത്. എന്തായിരുന്നു വെല്ലുവിളി? സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ അമിത്ഷയ്ക്ക് ധൈര്യമുണ്ടോ? ഏത് കേരളത്തിലിരുന്ന്, കേരളത്തിലെ OBC ജനവിഭാഗത്തിന്റെ, ഈഴവ സമൂഹത്തിന്റെ, ദളിത് സമൂഹത്തിന്റെ വോട്ട് കൊണ്ട് എക്കാലത്തും അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിലെ OBC സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന OBC സമൂഹത്തിന്റെ രാഷ്ട്രീയ അധികാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന സാമ്പത്തിക സംവരണം എന്ന പേരിൽ ഓമന പേരിട്ട് വിളിക്കുന്ന സവർണ സംവരണം നടപ്പാക്കാൻ തയ്യാറുണ്ടോ എന്ന് സംഘപരിവാറിനെ വെല്ലുവിളിക്കുന്നു CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി കേരളത്തിലിരുന്ന്. നടപ്പാക്കി കൊടുക്കുമ്പോ ആ സാമ്പത്തിക സംവരണം ആദ്യമായി നിയമം മൂലം നടപ്പാക്കിയ സംസ്ഥാനമായി പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ മാറുകയാണ്. ഒരു പഠനവുമില്ലാതെ, ഒരു പഠനത്തിന്റെയും പിൻബലമില്ലാതെ കേരളത്തിലെ സവർണ സമൂഹത്തിന് 10% സംവരണം നടപ്പാക്കിയ സർക്കാരാണ് പിണറായി വിജയന്റേത്. ഇതൊരു വംശീയ രാഷ്ട്രീയമാണ് CPIM മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന് അതിൽ പരം മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ മുസ്ലിം ലീഗ് നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞൊരു സന്ദർഭം, അതൊരു കാപ്പട്യം നിറഞ്ഞ പ്രസ്താവനയാണെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു, അല്ലേ? മുസ്ലിം ലീഗിനെ കുറിച്ച് CPIM ഇങ്ങനെ പ്രതികരണം നടത്തുമ്പോൾ ഒരു ഇലക്ഷൻ അജണ്ടയാണ്, അതൊരു കാപ്പട്യമാണ്, വെറുതെ പറയുകയാണ് എന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു. പക്ഷെ മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള ഈ വംശീയ പ്രചരണം നടത്തുമ്പോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ലാഞ്ചന ഇത് വെറുതെ പറയുകയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാ? അത് അവരുടെ ഇന്റേണലായ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന ഓരോ CPIM നേതാവിനും തങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം, വംശീയ വിഷം, മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ ഇങ്ങനെ തുറന്ന് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരിടമാണ് CPIM എന്നതുകൊണ്ടാണ്. എന്തിനാണ് സംഘപരിവാർ ഇങ്ങനെ വംശഹത്യയുടെ അങ്ങേയറ്റത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന, ദിനേന എന്നോണം അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ UAP പോലുള്ള കരിനിയമങ്ങളുടെ പേരിൽ, പൗരത്വ ഭേദഗതി പോലുള്ള നിയമങ്ങളുടെ പേരിൽ ലീഗലൈസ്ഡ് ആയി ജനസൈഡ് നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളെ, അവരുടെ രാഷ്ട്രീയ ശബ്ദങ്ങളെ വംശീയവൽക്കരിക്കാൻ, അരികവൽക്കരിക്കാൻ, പൈശാചികവൽക്കരിക്കാൻ CPIM നേതൃത്വം നൽകുന്നത്. പറയുന്നത്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ, SDPI ആണ് വിമർശിക്കുന്നത്, മുസ്ലിങ്ങളെ ഒന്നാകെയല്ല. എന്താണ് ആ വിമർശനം? എന്താണ് ആ വിമർശനം? മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ചോദ്യങ്ങളോട് മുഴുവൻ, മുസ്ലിങ്ങളുടെ അധികാര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുഴുവൻ, മുസ്ലിങ്ങളുടെ വിഭവ വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുഴുവൻ, മുസ്ലിങ്ങളുടെ വികസന പദ്ധതികളുടെ ഇരകളാക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ ചോദ്യങ്ങളോട് മുഴുവൻ തീവ്രവാദ ചാപ്പകുത്തുന്നതിനെ പിന്നെ മറ്റെന്താണ് വിളിക്കേണ്ടത്? ഇപ്പൊ വിഴിഞ്ഞത്ത്, ഞാൻ അവസാനിപ്പിക്കാൻ, വിഴിഞ്ഞത്ത് സമരം നടക്കുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹമാണ് വ്യാപകമായി അവിടെ അധിവസിക്കുന്നത്. അവർ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ സഭകളുടെ നേതൃത്വത്തിലാണ്. അവര് അതിശക്തമായ, അല്പം സാധാരണ രീതിയിൽ നിന്ന് കവിഞ്ഞ പ്രതിഷേധങ്ങൾ, വൈകാരികമായ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അവരാരെങ്കിലും തീവ്രവാദികൾ, മതത്തിന്റെ പേരിൽ സമരം നടത്തുന്നവരെന്ന് വിളിക്കുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താ ഇല്ലാത്തത്? മുനമ്പത്ത് ക്രിസ്ത്യൻ സഭകൾ ഒന്നാകെ മുനമ്പത്തെ ആ ജനങ്ങളുടെ സമരത്തിന്റെ കൂടെ നിൽക്കണ്ടല്ലോ. എന്തേ? മതത്തിന്റെ പേരിൽ മതപ്രേരിതമായ സമരം എന്ന് വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട്? കാസർഗോഡ് മുതൽ കൊച്ചി വരെയെങ്കിലുമുള്ള
ഈ ദേശീയപാതാ സമരങ്ങളുടെ പേരിൽ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ സമരം ചെയ്തുമ്പോൾ അതിന്റെ പിന്നിൽ തീവ്രവാദികളാണ് എന്ന് പറയാൻ എങ്ങനെയാണ് CPM-ന് സാധിക്കുന്നത്? എന്താണ് ഇതിന്റെ വ്യത്യാസം? മുസ്ലിം സാന്നിധ്യം, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ, മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെ വംശീയവൽക്കരിക്കാൻ, പൈശാചികവൽക്കരിക്കാൻ CPM-ന് ലഭിക്കുന്ന പ്രചോദനം എവിടെ നിന്നാണ്? എന്തുകൊണ്ടാണ് ദിനേന എന്നോണം CPM നേതാക്കൾ ഈ പ്രസ്താവനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ. അതുകൊണ്ട് ഇവരുടെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പദ്ധതിയാണോ അല്ലയോ എന്നുള്ളതല്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിം സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, ഇസ്സത്തിനെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് CPM സ്വീകരിച്ചു പോരുന്നത്. അവിടെയാണ് സീതാവൂത് പറഞ്ഞ പ്രസ്താവന പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ചരിത്രത്തിലുടനീളം ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവരോട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ പാരമ്പര്യമുള്ള ഒരു ജനതയാണിത് എന്ന് CPIM ഓർക്കേണ്ടതാണ്. അവിടെയാണ് CPIM-ന് സ്വാതന്ത്ര്യ സമര ചരിത്രം ഓർമ്മ വരേണ്ടത്. അവിടെയാണ് ബ്രിട്ടീഷുകാർ കലാപകാരികൾ, ഫെനറ്റിക്സ് എന്ന് വിളിച്ച, ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രതിഷേധ രൂപം, ഒരു പ്രതിഷേധാഗ്നി, ഉള്ളിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന പ്രതിഷേധത്തിന്റെ ഒരു കൊടുങ്കാറ്റ് വീശിയത് ആത്മാഭിമാനം ചോദ്യം ചെയ്തപ്പോഴാണ്. ഞങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ ഞങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ച് ഞങ്ങളെ വർഗീയവാദികളും വംശീയവാദികളുമായി ചാപ്പകുത്തി ഞങ്ങളെ വംശഹത്യക്ക് ഇട്ടുകൊടുത്തു കളയാം എന്ന ഒരു തെറ്റിദ്ധാരണയുമായി ഇവിടെ ഒരു തലശ്ശേരിയിൽ ഒരു പള്ളി ഞങ്ങൾ സംരക്ഷിച്ചു എന്ന പച്ചക്കള്ളം. എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആരാണ് നിങ്ങളുടെ രക്തസാക്ഷി എന്ന് ചരിത്രത്തിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അത് പിണറായി വിജയനും P ജയരാജനും നാലു ദിവസം നുണ പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ അതൊരു സത്യമായി തീരില്ല. അങ്ങനെയുണ്ടല്ലോ ഒരു സംരക്ഷണത്തിന്റെ ഒരു വല്ലാത്ത ഒരു, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്, പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല കേട്ടോ. ആരാണ് പൗരത്വ ഭേദഗതി ആരാണ് നടപ്പാക്കുന്നത്? നിങ്ങൾക്ക് എന്താ കഴിയാ? കേരളത്തിൽ പൗരത്വ ഭേദഗതിയുടെ പേരിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത, സമാധാനപരമായ സമരത്തിന്റെ പേരിൽ മഹല്ല് കമ്മിറ്റികൾക്കെതിരെ പോലും നൂറുകണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത ഒരു ആഭ്യന്തരമന്ത്രി പറയാ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല കേട്ടോ. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. നാണം കെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം, മനുഷ്യർക്ക് മനസ്സിലാക്കാത്ത കഴിയാത്ത ഒരു തരത്തിലുള്ള ഒരു വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനവുമായി ഒരു കൂട്ടർ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് CPM-നോട് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിൽക്കാൻ അധികാരപ്പെട്ട അവകാശമുള്ള അതിന്റെ ആദ്യത്തെ ഇരകളിൽ ഒന്നായ മുസ്ലിം സമുദായത്തെ, അവരുടെ രാഷ്ട്രീയ ചോദ്യങ്ങളെ, അവരുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട അവകാശ ചോദ്യങ്ങളെ, അവരുടെ വിഭവ വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മുഴുവൻ സംഘപരിവാരത്തെ ചൂണ്ടി ഭയപ്പെടുത്താം എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരേ സമയം ഫാസിസത്തിന്റെയും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെയും ഇരകളാവാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നാണ് CPIM-നോട് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ രാഷ്ട്രീയാധികാരത്തെക്കുറിച്ച്, ഞങ്ങളുടെ വിഭവീകരണത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ച്, ഞങ്ങളുടെ പൗരത്വത്തെക്കുറിച്ച് എല്ലാം നിരന്തരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തെരുവിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. താൽക്കാലികമായ രാഷ്ട്രീയ ലാഭങ്ങൾ കിട്ടുമെന്നും ഭരണ തുടർച്ചയുണ്ടാകുമെന്നും എന്ന തെറ്റിദ്ധാരണയോടുകൂടി സംഘപരിവാരത്തിന് അധികാരത്തിൽ വരാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു സതുപദേശം കിട്ടുമ്പോൾ അത് തീവ്രവാദികളാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് CPIM-നെ താക്കീത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാമ്രാജ്യത്വത്തിന്റെ ജാർഗണുകൾ, തീവ്രവാദം, ജിഹാദ് തുടങ്ങിയ പ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങളുടെ സ്വാഭാവികവും ജൈവികവുമായ മുഴുവൻ പ്രതികരണങ്ങളെയും, മുസ്ലിങ്ങൾ ചിരിക്കുന്നതിനെ, ഭക്ഷണം കഴിക്കുന്നതിന്റെ, സൗഹൃദം സ്ഥാപിക്കുന്നതിനെ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനെ, അങ്ങനെ എല്ലാത്തിനെയും തീവ്രവാദവൽക്കരിക്കുന്ന, ഒടുവിൽ വോട്ട് ജിഹാദിലടക്കം എത്തി നിൽക്കുന്ന
ഇന്ത്യയിലെ ഒരു പ്രമുഖ പ്രതിപക്ഷ നേതാവിന് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളുള്ള യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം MP-യെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണമെന്ന മുസ്ലിം സമുദായത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതിന്റെ പേരിൽ പോലും മുസ്ലിം സമുദായത്തിന് മേൽ തീവ്രവാദ പട്ടവുമായി ഇറങ്ങുന്ന വിജയരാഘവന്മാർ, P ജയരാജന്മാർ, P മോഹനന്മാർ, P പിണറായി വിജയന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തിരുത്താൻ കഴിയുന്ന ഒരു ചെറുപ്പം ഈ തെരുവിലുണ്ടെന്നും ഈ സമുദായത്തിന്റെ ആത്മാഭിമാനത്തെ, ഇസ്സത്തിനെ ചോദ്യം ചെയ്തവരെയൊന്നും വെറുതെ വിട്ട പാരമ്പര്യം ഈ സമുദായത്തിനില്ലെന്നും ഓർക്കുന്നത് നല്ലതാണ്. സയോവിന്റെ സഹപ്രവർത്തകരെ കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.